വിശദമായ വാർത്തയിലേക്ക്. നിതീഷിനെ തള്ളി ശരത് യാദവ്. നിതീഷിന്റെ തീരുമാനം വ്യക്തിപരം, പാർട്ടിയുമായി ആലോചിക്കാതെ എടുത്ത തീരുമാനമെന്നും ശരത് യാദവ്. ജനതാദൾ യോഗത്തിനു ശേഷം ശരത് യാദവിന് വേണ്ടി അരുൺ ശ്രീവാസ്തവ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. आज पार्टी के वरिष्ठतम नेता श्री शरद यादव जी से आज जनता दल यूनाइटेड के संस्थापक और वरिष्ठतम नेता शरद यादव जी से मिलने के लिए केरला पार्टी के अध्यक्ष व सांसद श्री वीरेंद्र कुमार जी और बिहार से राज्यसभा सांसद श्री अली अहमद साहब, अली अनवर साहब और मैं स्वयं अरुण कुमार पार्टी का जनरल सेक्रेटरी और जावेद साहब, हम लोग सब लोग मिले बैठक में चिंता जताई गई कि श्री नीतीश कुमार ने जो कल फैसला लिया है, इस फैसले में पार्टी के किसी भी राष्ट्रीय पदाधिकारी या पार्टी के किसी भी वरिष्ठ नेता से बिना राय लिए उन्होंने एक निर्णय लिया है। इसलिए पार्टी यह समझती है यह उनका व्यक्तिगत निर्णय है। इसलिए हम सब लोग मिले थे आज शरद जी से। शरद जी भी बहुत चिंतित हैं इस बात को लेकर के और उन्होंने वादा किया है कि 1 या 2 दिन में देश भर के सभी पार्टी के वरिष्ठ नेताओं से बात करके वो आप सब लोगों से अपनी बात कहेंगे ताकि आगे पार्टी क्या करेगी और हमें क्या करना चाहिए। हम कोई बगावत नहीं कर रहे हैं। हमने पार्टी को बनाया है और पार्टी में लोकतंत्र कायम रहे, इसके लिए हमने अपनी बात कही है। നിതീഷ് കുമാറുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി വീരേന്ദ്രകുമാർ. കേരളത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് JDU ദേശീയ ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ്. JDU UDF വിട്ടുവന്നാൽ LDFിലേക്ക് പരിഗണിക്കാമെന്ന് കോടിയേരി ബാലകൃഷ്ണനും വ്യക്തമാക്കി. നിതീഷ് കുമാറുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായും നിതീഷിന്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം അംഗീകരിക്കുന്നില്ലെന്നും വീരേന്ദ്രകുമാർ വ്യക്തമാക്കി. ശരത് യാദവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു വീരേന്ദ്രകുമാർ. രാജ്യസഭാംഗത്വം രാജിവെക്കേണ്ടി വന്നാലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. നിതീഷ് കുമാറുമായിട്ടുള്ള ബന്ധം അവസാനിച്ചിരിക്കുന്നു. കേരള പാർട്ടി ഈ ഫാസിസ്റ്റ് ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട് അംഗീകരിക്കേണ്ട പ്രശ്നമേ ഇല്ല. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഈ ഫാസിസ്റ്റിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ രാജ്യസഭ എന്നൊരു പ്രശ്നമല്ല. കേരളത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് JDU ദേശീയ ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജും പറഞ്ഞു. ശനിയാഴ്ച ചേരുന്ന അടിയന്തര യോഗത്തിൽ ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയതലത്തിൽ അങ്ങനെ ഒരു രൂപീകരണത്തിന് സാധ്യതയില്ലെങ്കിൽ കേരളത്തിൽ ഞങ്ങളൊരു പുതിയ പാർട്ടി രൂപീകരിക്കും. അതേസമയം നിതീഷ് കുമാറിന്റേത് രാഷ്ട്രീയ സദാചാരമില്ലായ്മയെന്ന് ജനതാദൾ നേതാവ് ഷേഖ് പി ഹാരിസ് പറഞ്ഞു. സംസ്ഥാനത്ത് വീരേന്ദ്രകുമാറിന്റെ തീരുമാനത്തിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുമെന്നും ഷേഖ് പി ഹാരിസ് പറഞ്ഞു. എന്നാൽ നിതീഷ് കുമാറിന്റേത് അവസരവാദ നിലപാടാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. JDU UDF വിട്ടുവന്നാൽ LDFിൽ എടുക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും കോടിയേരി വ്യക്തമാക്കി. ഇന്ന് നിതീഷ് കുമാറിന്റെ കൂടെ നിന്നുകൊണ്ട് വീരേന്ദ്രകുമാർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം സംരക്ഷിക്കാൻ കഴിയില്ല. ഈ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് ജനതാദൾ യുവിനോടുള്ള സമീപനം അവരെടുക്കുന്ന രാഷ്ട്രീയം നോക്കിയിട്ടാണ്. ഇത് വ്യക്തിപരമല്ല. അവർ എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വീരേന്ദ്രകുമാർ വിഭാഗവുമായിട്ട് ഞങ്ങൾ ബന്ധം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. മഹാസഖ്യത്തിൽ നിന്ന് പുറത്തുവന്ന നിതീഷ് കുമാർ BJP പിന്തുണയോടെ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഉപമുഖ്യമന്ത്രിയായി സുശീൽ കുമാർ മോദിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നിതീഷ് സർക്കാർ നാളെ വിശ്വാസ വോട്ട് തേടും. 132 MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് നിതീഷ് കുമാർ പക്ഷത്തിന്റെ അവകാശവാദം. ബീഹാറിന്റെ വികസനത്തിനു വേണ്ടിയാണ് താൻ തീരുമാനമെടുത്തതെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നിതീഷ് കുമാർ പ്രതികരിച്ചു. ബീഹാർ മുഖ്യമന്ത്രി പദം രാജിവെച്ച 17 മണിക്കൂർ തികയും മുമ്പാണ് BJP പിന്തുണയോടെ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി തിരിച്ചെത്തിയത്. പട്ന രാജ്ഭവനിൽ 13 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ചെറുചടങ്ങിൽ ഗവർണർ കേസരിനാഥ് ത്രിപാഠി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു.
തൊട്ടുപിന്നാലെ BJP നേതാവ് സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയായും സത്യവാചകം ചൊല്ലി സ്ഥാനമേറ്റു. കൂടുതൽ മന്ത്രിമാർ സ്ഥാനമേൽക്കുമെന്ന് അഭ്യൂഹമുണ്ടായെങ്കിലും അതുണ്ടായില്ല. ബീഹാർ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ RJDയുമായി മന്ത്രിസഭാ രൂപീകരണത്തിന് ഗവർണർ 11 മണിക്ക് കൂടിക്കാഴ്ച നടത്താനിരിക്കെ അതിന് 1 മണിക്കൂർ മുമ്പായിരുന്നു നിതീഷിന്റെ സത്യപ്രതിജ്ഞ. നാളെ പുതിയ സർക്കാർ നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് തേടും. 243 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷമായ 122 മറികടക്കാൻ നിലവിലെ സാഹചര്യത്തിൽ JDU BJP സഖ്യത്തിന് കഴിയും. വിശ്വാസ വോട്ടെടുപ്പിന് ശേഷം പുതിയ സഖ്യത്തിന് 129 MLAമാരുടെ പിന്തുണയുണ്ട്. വിശ്വാസ വോട്ടെടുപ്പിന് ശേഷം മന്ത്രിസഭാ പുനഃസംഘടന നടത്തും. ബീഹാറിന്റെ വികസനത്തിനു വേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നിതീഷ് കുമാർ പ്രതികരിച്ചു. അതേസമയം നേതാക്കന്മാർ അധികാരം നിലനിർത്താൻ എന്തും ചെയ്യുമെന്ന് മനസ്സിലായതായി കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ദില്ലിയിൽ പ്രതികരിച്ചു. മഹാസഖ്യം ഉപേക്ഷിക്കാനും പുതിയ സഖ്യം തിരഞ്ഞെടുക്കാനും നിതീഷിന് വേണ്ടി വന്നത് 5 മണിക്കൂറിൽ മാത്രം താഴെ സമയം. തന്ത്രപരമായ കുതിരക്കച്ചവടത്തിലൂടെ കാര്യങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ BJP നീക്കി. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. ബീഹാർ വിഷയത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായി. നരേന്ദ്രമോദി സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് RJD എംപിമാർ ലോക്സഭയിൽ ആരോപിച്ചു. അതേസമയം 2005-ലെ സംജോത എക്സ്പ്രസ് ട്രെയിനിൽ ആക്രമണത്തിന്റെ അന്വേഷണം UPA സർക്കാർ അട്ടിമറിച്ചെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു. മോട്ടോർ വാഹന ഭേദഗതി ബിൽ നാളെ രാജ്യസഭ ചർച്ച ചെയ്യും. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ബീഹാർ വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധവും തുടങ്ങി. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് മോദി സർക്കാരെന്ന് RJD MP ജയപ്രകാശ് നാരായൺ ആരോപിച്ചു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരുകളെ അട്ടിമറിക്കുന്ന BJP നയത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നിതീഷിന്റെ രാജിയെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ബഹളത്തെ തുടർന്ന് 25 മിനിറ്റോളം ലോക്സഭാ നടപടികൾ നിർത്തിവച്ചു. 6 കോൺഗ്രസ് MPമാരെ 5 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്ത സ്പീക്കറുടെ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് MPമാരും പ്രതിഷേധമുയർത്തി. സസ്പെൻഷൻ പിൻവലിക്കണമെന്നും സ്പീക്കർ നീതി പുലർത്തണമെന്നുമുള്ള പോസ്റ്ററുകളുമായാണ് കോൺഗ്രസ് MPമാർ സഭയിലെത്തിയത്. സംജോത എക്സ്പ്രസ് ട്രെയിൻ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച രാജ്യസഭയെയും പ്രക്ഷുബ്ധമാക്കി. 2005 ട്രെയിൻ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ കേന്ദ്രമായ ലഷ്കർ-ഇ തൈബയാണെന്നും എന്നാൽ ഹൈന്ദവ തീവ്രവാദികളെന്ന് വരുത്തി തീർക്കാൻ UPA സർക്കാർ ശ്രമിച്ചുവെന്നും സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു. ഇറാഖിലെ മൊസൂളിൽ കാണാതായ ഇന്ത്യക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാർ അന്വേഷിക്കുകയാണെന്നും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും വ്യക്തമാക്കി. അതേസമയം ഗതാഗത മേഖലയിൽ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന മോട്ടോർ വാഹന നിയമം നാളെ രാജ്യസഭയിൽ ചർച്ച ചെയ്യും. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തയിലേക്ക്. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഗായിക റിമി ടോമിയെ പോലീസ് ചോദ്യം ചെയ്തു. ദിലീപുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും ഫോൺ വിളികൾ സംബന്ധിച്ചുമാണ് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്. ആവശ്യമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ തനിക്ക് ദിലീപുമായി സാമ്പത്തിക ഇടപാടുകൾ ഒന്നുമില്ലെന്ന് റിമി ടോമി പ്രതികരിച്ചു. അന്വേഷണ സംഘത്തിലംഗമായ പെരുമ്പാവൂർ CI ബൈജു കെ പൗലോസ് ഫോൺ മുഖേനയാണ് റിമിയുടെ മൊഴിയെടുത്തത്. ദിലീപ്, കാവ്യ എന്നിവരുമായി തുടർച്ചയായുള്ള ഫോൺ സംഭാഷണങ്ങൾ, ദിലീപുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ചാണ് റിമിയോട് പോലീസ് ചോദിച്ചറിഞ്ഞത്. നടി ആക്രമിക്കപ്പെട്ട സംഭവം ആരിൽ നിന്നാണ് റിമി അറിഞ്ഞതെന്നും പോലീസ് ആരാഞ്ഞു. വിദേശ പര്യടനത്തിനിടെ ഉണ്ടായ സംഭവവികാസങ്ങളും റിമിയോട് പോലീസ് ചോദിച്ചറിഞ്ഞു. 2 അമേരിക്കൻ പര്യടനങ്ങളിൽ ദിലീപിന്റെ സംഘത്തിൽ റിമിയും ഉൾപ്പെട്ടിരുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പൾസർ സുനിയെ പ്രതിയാക്കി കുറ്റപത്രം നൽകിയ ശേഷം 2017 ഏപ്രിലായിരുന്നു ഒടുവിലത്തെ US പര്യടനം. പര്യടനത്തിനിടയിലെ ദിലീപിന്റെയും കാവ്യയുടെയും പെരുമാറ്റം, സംഭാഷണങ്ങൾ എന്നിവ സംബന്ധിച്ചായിരുന്നു അന്വേഷണ സംഘത്തിന് അറിയേണ്ടിയിരുന്നത്. നടി ആക്രമിക്കപ്പെടുന്നതിന് മുൻപ് ദുബായ് ഷോയ്ക്കിടെ ദിലീപും നടിയും തമ്മിലുള്ള വാക്കുതർക്കത്തിലും റിമി ദൃക്സാക്ഷിയായിരുന്നു. ഈ സംഭവം സംബന്ധിച്ചും പോലീസ് ചോദിച്ചറിഞ്ഞു. റിമിയുടെ ചില ഉത്തരങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്ന് പോലീസ് കരുതുന്നു. ഇതിനെ തുടർന്ന് മൊഴി വിശദമായി പരിശോധിക്കുകയാണ്. ആവശ്യമെങ്കിൽ റിമിയെ വിളിച്ചു വരുത്തി കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. എന്നാൽ താനും ദിലീപുമായി യാതൊരു സാമ്പത്തിക ഇടപാടുകളുമില്ലെന്നും തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും റിമി പ്രതികരിച്ചു. ഒരു സാമ്പത്തിക ഇടപാട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് എന്റെ അക്കൗണ്ടിലോട്ട് കോടികൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 വർഷം മുമ്പ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർക്ക് കണ്ടുപിടിക്കായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ആരും പരിശോധിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റിയല്ലേ. ഇതിനിടെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം കൂടുതൽ താരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്നും വരും ദിവസങ്ങളിൽ നിർണായകമായ ചില അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുമാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ചാലക്കുടിയിലെ ഡി സിനിമാസിന്റെ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി. തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനായി സർക്കാർ ഭൂമി കയ്യേറിയെന്ന പരാതിയെ തുടർന്നാണ് ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. അതേസമയം നിലവിലെ പരിശോധനയിൽ അതൃപ്തി രേഖപ്പെടുത്തി പരാതിക്കാർ രംഗത്ത് വന്നു. തൃശൂർ ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 20 ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് രാവിലെ 10:30 പരിശോധനയ്ക്ക് എത്തിയത്. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ സമാന സർവേ നമ്പറുകളുള്ള ഭൂമികളിലാണ് ആദ്യം അളവ് നടന്നത്.
ഉച്ചയോടെ കയ്യേറ്റം ആരോപിക്കപ്പെടുന്ന തിയേറ്ററിന് പിൻവശത്ത് സർവേ തുടങ്ങി. കണ്ണമ്പുഴ ക്ഷേത്രത്തോട് ചേർന്നുള്ള ചാലക്കുടി പുഴയോരത്തെ കനാലാണ് കയ്യേറിയെന്ന പരാതിയുള്ളത്. 80 സെന്റിൽ പ്രവർത്തിക്കുന്ന തിയേറ്ററിന്റെ നിർമ്മാണത്തിനായി 35 സെന്റ് പുറമ്പോക്കാണ് കയ്യേറിയതെന്ന് പരാതിക്കാർ ആരോപിച്ചിരുന്നു. 3:30 സർവേ നടപടികൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ മടങ്ങി. ഒരാഴ്ചക്കുള്ളിൽ സർവേ സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർക്ക് നൽകും. ബസ്സുടമസ്ഥന്മാർക്ക് എല്ലാവർക്കും നോട്ടീസ് കൊടുത്ത് ബസ്സുടമസ്ഥന്മാർക്കെല്ലാം നോട്ടീസ് കൊടുത്ത് സർവേ നടത്തുക കളക്ടർ നിർദ്ദേശപ്രകാരമാണ്. റിപ്പോർട്ട് നമ്മൾ കളക്ടർക്ക് കൊടുക്കും. നടപടി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും റിപ്പോർട്ട് അതാ താമസിയാതെ തന്നെ റിപ്പോർട്ട് കൊടുക്കും. അതേസമയം കയ്യേറ്റം സംബന്ധിച്ച പരിശോധന നടത്തുന്നതിനെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചില്ലെന്നും നിലവിലെ സർവേയിൽ അതൃപ്തിയുണ്ടെന്നും പരാതിക്കാർ ആരോപിച്ചു. ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും ജില്ലാ കളക്ടർ റവന്യൂ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാർത്തകളിലേക്ക്. വടക്കൻ പറവൂരിലെ കരുമാലൂരിൽ ദിലീപ് കയ്യേറിയെന്നാരോപിക്കുന്ന 2 ഏക്കർ ഭൂമി റവന്യൂ ഉദ്യോഗസ്ഥർ അളക്കുന്നു. 30 സെന്റോളം ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന വില്ലേജ് ഓഫീസറുടെ പ്രാഥമിക റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. അതേസമയം സമീപത്തുള്ള കയ്യേറ്റങ്ങളും അളക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥലത്ത് പ്രതിഷേധം നടത്തി. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ദിലീപിന്റെ സ്ഥലത്തെ ചുറ്റുമതിലിന്റെ ചില ഭാഗങ്ങൾ പൊളിക്കുകയും ചെയ്തു. കരുമാലൂർ പഞ്ചായത്തിലെ കാരക്കാതുരുത്തിൽ പെരിയാറിന് തീരത്തുള്ള 2 ഏക്കറോളം ഭൂമിയിൽ 30 സെന്റ് പുറമ്പോക്ക് ദിലീപ് കയ്യേറിയെന്ന വില്ലേജ് ഓഫീസർ പ്രാഥമിക റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിലായിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥർ അളന്ന് തിട്ടപ്പെടുത്തിയത്. പ്രദേശത്തെത്തിയ സർവേ സംഘം ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. പൂർണ്ണമായും അളക്കാൻ 3 ദിവസമെങ്കിലും എടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. 2006 ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും പേരിൽ 2 ഏക്കർ ഭൂമി വാങ്ങിയത്. UDF സർക്കാരിന്റെ കാലത്ത് ഈ സ്ഥലത്ത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തിയും കുളിക്കടവും നിർമ്മിച്ച് നൽകുകയും ചെയ്തു. ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കെയായിരുന്നു ഭിത്തിയും കുളിക്കടവും നിർമ്മിച്ച് നൽകിയത്. ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് കരുമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് GD ഷിജു അറിയിച്ചു. പൊറപ്പള്ളിക്കാവ് സ്ലൂയിസ് കം ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പദ്ധതിയിൽപ്പെടുത്തി തന്നെ ഈ ദിലീപിൻ്റെ ഭൂമിക്ക് സംരക്ഷണ ഭിത്തി ഏതാണ്ട് 50 ലക്ഷം രൂപ ചെലവിൽ ദിലീപിൻ്റെ ഭൂമിക്ക് സംരക്ഷണ ഭിത്തി കെട്ടിക്കൊടുത്തു. അതുപോലെ തന്നെ സർക്കാർ ചെലവിൽ ആ പദ്ധതിയിൽപ്പെടുത്തി തന്നെ സർക്കാർ ചെലവിൽ ഇതിൻ്റെ ഏറ്റവും അറ്റത്തായി ഒരു കുളിക്കടവ് കൂടി ഇറിഗേഷൻ PWD അധികാരികൾ നിർമ്മിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ ആശയം ഉന്നയിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് മുഖ്യമന്ത്രി തുടങ്ങി വിജിലൻസ് ഡയറക്ടർ വരെയുള്ള മുഴുവൻ ആളുകൾക്കും പരാതി നൽകിയിട്ടുള്ളത്. ഇത് കയ്യേറ്റവും ഒഴിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ദിലീപിനെ പോലുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ സംരക്ഷണ ഭിത്തിയും 50 ലക്ഷം രൂപയോളം മുടക്കി സംരക്ഷണ ഭിത്തിയും അതുപോലെ കുളിക്കടവ് നിർമ്മിച്ച ഉദ്യോഗസ്ഥ അന്നത്തെ ഭരണപക്ഷ രാഷ്ട്രീയ ഗൂഢാലോചനയും കൂടി നിയമവിധേയമായി കൊണ്ടുവരണം എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ നിലപാട്. അതേസമയം ദിലീപിന്റെ സ്ഥലത്തിനോട് ചേർന്നുള്ള പെരിയാറിന്റെ സമീപ പ്രദേശത്തെ മറ്റ് കയ്യേറ്റങ്ങളും അളക്കണമെന്നാവശ്യപ്പെട്ട് UDFും BJPയും പ്രതിഷേധ പ്രകടനം നടത്തി. അതിനിടെ ദിലീപിന്റെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച ചുറ്റുമതിലിലെ ചില ഭാഗങ്ങൾ DYFI പൊളിച്ചു മാറ്റി. തുടർന്ന് പോലീസ് ഇവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. പറവൂർ തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് ഭൂമി അളക്കാനിരുന്നെങ്കിലും സർവേ ഉദ്യോഗസ്ഥർ മാത്രമാണ് നടപടികൾക്കായി എത്തിയതും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലയാള സിനിമയിലെ തൊഴിൽ സംസ്കാരത്തെയും സംവിധായകനും നടനുമായ ലാലിനെയും വിമർശിച്ച് വിമൻ ഇൻ സിനിമ കളക്ടീവ്. പ്രതിഷേധിച്ച നടിക്ക് പ്രതിഫലം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതും അത് പരസ്യമായി പറയുന്നതും ഈ മേഖലയിലെ ഫ്യൂഡൽ സ്വഭാവമാണ് കാണിക്കുന്നത്. മറ്റൊരു നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമം അങ്ങേയറ്റം ഹീനവും നിന്ദ്യവുമാണെന്നും WCC കുറ്റപ്പെടുത്തുന്നു. സിനിമാ മേഖലയിലെ തൊഴിൽ പെരുമാറ്റച്ചട്ടങ്ങളുടെയും ലിംഗനീതിയില്ലായ്മയുടെയും അഭാവത്തെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ WCC വിമർശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള സിനിമയിലെ 2 നടിമാർ നടത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിമൻ ഇൻ സിനിമ കളക്ടീവിന്റെ പ്രതികരണം. മലയാള സിനിമയിലെ തൊഴിൽ സംസ്കാരം സ്ത്രീകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നും ഇവർക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ ആഴം എത്രത്തോളമാണെന്നതും വെളിപ്പെടുത്തുന്നതാണ് ഈ പരാതികളെന്ന് WCC ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുന്നു. നിർമ്മാതാക്കളുടെ താൽപര്യാർത്ഥം തയ്യാറാക്കപ്പെടുന്ന കരാറുകൾക്ക് പകരം വേതനം, തൊഴിൽ സമയം, ഡ്യൂപ്പിന്റെ ഉപയോഗം തുടങ്ങിയ ഘടകങ്ങൾ കൂടി സ്ത്രീപക്ഷത്തുനിന്ന് പരിഗണിച്ച് കരാറുകൾ പുനഃസംഘടിപ്പിക്കണം. പ്രതിഷേധിച്ച നടിക്ക് പ്രതിഫലം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതും അത് പരസ്യമായി പറഞ്ഞ നടനും സംവിധായകനുമായ ലാലിനെയും ഇവർ ശക്തമായി വിമർശിക്കുന്നു. പ്രതിഫലം കൊടുക്കില്ലെന്ന് പരസ്യമായി പറയാനുള്ള ധാർഷ്ട്യം കാണിക്കുന്നത് ഈ മേഖലയിലെ ഫ്യൂഡൽ സ്വഭാവമാണ് കാണിക്കുന്നതെന്നാണ് വിമർശനം. സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിനെതിരെ മറ്റൊരു നടി പരാതി നൽകിയിരുന്നു. ഈ സഹപ്രവർത്തകയെ ബോഡി ഷെയ്മിംഗ് നടത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് അങ്ങേയറ്റം ഹീനവും നിന്ദ്യവുമാണ്.
രണ്ട് നടിമാരുടെ പരാതികളിലും ഈ മേഖലയിലെ തൊഴിൽ പെരുമാറ്റച്ചട്ടങ്ങളുടെയും ലിംഗനീതി ഇല്ലായ്മയുടെയും അഭാവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും WCC വിമർശിക്കുന്നു. ചെറുത്തുനിൽപ്പിന്റെ ശബ്ദങ്ങളെ വിലക്കുകളിലൂടെയും നിരോധനങ്ങളിലൂടെയും നിയന്ത്രിക്കുന്നവരോട് സ്ത്രീകൾ ഉറക്കെ കലഹിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്നും സംഘടന ഓർമ്മിപ്പിക്കുന്നു. നീതി തേടിയുള്ള ഞങ്ങളുടെ ഈ സഹപ്രവർത്തകരുടെ യാത്രയ്ക്കൊപ്പം ഞങ്ങളുമുണ്ടെന്ന ഉറപ്പു നൽകിയാണ് വിമൻ ഇൻ സിനിമ കളക്ടീവിന്റെ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദിലീപിന് ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ നൽകുന്നില്ലെന്ന് ADGP R. ശ്രീലേഖ. ഇത് സംബന്ധിച്ചുള്ള വാർത്ത എങ്ങനെ പുറത്തുവന്നു എന്ന കാര്യം അന്വേഷിക്കുമെന്നും ശ്രീലേഖ വ്യക്തമാക്കി. അതൊന്നും എനിക്കറിയില്ല അതിനെപ്പറ്റി. നിങ്ങൾ പത്രക്കാർ പറയുന്നതല്ലാതെ അതിനെക്കുറിച്ച് ഒരു വാർത്തയും കിട്ടിയിട്ടില്ല. എനിക്ക് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. പത്രത്തിൽ കൂടെയുള്ള ന്യൂസേ ഉള്ളൂ. അതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കുന്നത്. എൻ്റെ അറിവിലില്ല. ആരോപണം പത്രത്തിലൂടെയല്ലേ ഉയർന്നത്? ആരാണ് ആരോപണം ഉണ്ടാക്കിയതെന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവിടെ.